2011 പ്രവർത്തനമാരംഭിച്ച മലയാള മിഷൻ തമിഴ്നാട് ഘടകത്തിൻ്റെ കീഴിൽ 21 മേഖലകളിലായി സജീവമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. 2011 ഫെബ്രുവരി 13 അന്നത്തെ കേരള മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദനാണ് തമിഴ്നാട് ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. തുടക്കത്തിൽ ചെന്നൈയിലെ 11 മേഖലകളിൽ മാത്രമായിരുന്നെങ്കിലും അധികം വൈകാതെ തന്നെ കൽപ്പാക്കം, കോയമ്പത്തൂർ, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, തിരുനെൽവേലി, കാഞ്ചീപുരം, കൂടംകുളം, ഹുസൂർ തുടങ്ങിയ മേഖലകളിലും പഠന കേന്ദ്രങ്ങളുണ്ടായി. ഈ അടുത്ത കാലത്ത് കന്യാകുമാരി, നീലഗിരി എന്നീ മേഖലകളും രൂപീകരിക്കപ്പെട്ടു. തമിഴ്നാട് ചാപ്റ്ററിൻ്റെ കീഴിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന 228 പഠന കേന്ദ്രങ്ങളും 2617 പഠിതാക്കളും 246 അധ്യാപകരുമുണ്ട്. നീലക്കുറിഞ്ഞി പരീക്ഷ എഴുതി പാസ്സായവർ 66 പേരും ഈ വർഷം നീലക്കുറിഞ്ഞി പരീക്ഷ എഴുതാൻ രജിസ്റ്റർ ചെയ്തവർ 88 പേരുമാണ്. കേരള സർക്കാർ മലയാള മിഷൻ കോഴ്സായ നീലക്കുറിഞ്ഞി സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സാകുന്നവരെ കേരള സർക്കാർ പരീക്ഷാ വകുപ്പ് നടത്തുന്ന SSLC തത്തുല്യ യോഗ്യതയായി അംഗീകരിച്ചതിന് ശേഷം ആദ്യമായി നടന്ന നീലക്കുറിഞ്ഞി പരീക്ഷയിൽ തമിഴ്നാട് ചാപ്റ്ററിൽ നിന്ന് 66 പഠിതാക്കളാണ് പരീക്ഷ എഴുതിയത്. ഏറ്റവും അധികം പേരെ നീലക്കുറിഞ്ഞി പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ മലയാള മിഷൻ ചാപ്റ്റർ തമിഴ്നാടാണ്. നിരവധി സാംസ്കാരിക പരിപാടികൾ ചാപ്റ്റർ തലത്തിലും മേഖലാതലത്തിലും സംഘടിപ്പിക്കുവാൻ മലയാള മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള പുതിയ തലമുറയ്ക്ക് മലയാളത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കുക, കേരളത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകൾ പരിചയപ്പെടുത്തുക, മലയാള സാഹിത്യ ലോകത്തിലേക്ക് പ്രവാസികളായ കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളായിരുന്നു അവയെല്ലാം. മലയാള മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൻ്റെ സംസ്ഥാനതല മത്സരവും ചാപ്റ്റർ തല പ്രവേശനോത്സവവും 2024 ജൂലൈ 28 മദിരാശി കേരള സമാജത്തിൽ നടന്നു. തമിഴ്നാട് ചാപ്റ്ററിൽ നിന്ന് സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സായ നീലക്കുറിഞ്ഞി പാസ്സായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി VS ബിന്ദു, ശ്രീ VRV ഏഴോം, ശ്രീ ഉണ്ണി അമ്മയമ്പലം, ശ്രീമതി RVM ദീപ, ശ്രീ പയ്യന്നൂർ കുഞ്ഞിരാമൻ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു. ചെന്നൈ, കോയമ്പത്തൂർ, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, ഹൊസൂർ, കൽപ്പാക്കം, തിരുനെൽവേലി, നീലഗിരി തുടങ്ങിയ മേഖലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത വർണ്ണശബളമായ സാംസ്കാരികോത്സവമായിരുന്നു അത്. മലയാളത്തിൻ്റെ സർഗമേഖലകളെ അനുഭവിച്ചറിയുവാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ 2 വർഷമായി തമിഴ്നാട് ചാപ്റ്ററിലെ ആവടി മേഖല സംഘടിപ്പിക്കുന്ന ശില്പശാലയാണ് അറിവോരം ഭാഷാ നൈപുണി ശില്പശാല. കഴിഞ്ഞ തവണ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ OV വിജയൻ്റെ കൃതികളുടെ ലോകത്തേക്കായിരുന്നു കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇത്തവണ ബേപ്പൂർ സുൽത്താൻ്റെ കൃതികളെ ആസ്പദമാക്കിയാണ്
അറിവോരം 2024 സംഘടിപ്പിച്ചത്. ബഷീറിൻ്റെ സർഗജീവിതവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചേർത്തുവെച്ച് ഒരു ബേപ്പൂർ സുൽത്താൻ ലോകം തന്നെ ആവടിയിൽ ഒരുക്കിയിരുന്നു. ബഷീറിൻ്റെ മകൻ അനീസ് ബഷീറാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. ബഷീറിൻ്റെ കൃതികളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ, കൃതികളെ ആധാരമാക്കിയുള്ള ഡോക്യുമെൻ്ററി പ്രദർശനം, വിനോദങ്ങളിലൂടെ അറിവ് പകരുന്ന വിവിധങ്ങളായ പരിപാടികളൊക്കെ അറിവോരത്തിലുണ്ടായിരുന്നു. പൂനമല്ലി മേഖല സംഘടിപ്പിക്കുന്ന ശില്പശാലയാണ് മഞ്ചാടി. 2024 ജൂൺ 23 ഇത്തവണ മണപ്പാക്കത്ത് വെച്ച് ശില്പശാല നടന്നത്. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് ശ്രീ പ്രീമിയർ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്ത ശില്പശാലയിൽ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ AV അനൂപ്, ചാപ്റ്റർ കൺവീനർ ശ്രീമതി PR സ്മിത, വൈസ് പ്രസിഡന്റ് ശ്രീ KR ഗോപകുമാർ, പ്രവർത്തക സമിതി അംഗം ശ്രീ രഞ്ജു M റഷീദ് തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു. വരയിലൂടെ പഠനം കളരിക്ക് ശ്രീമതി സുധർമ്മജ, പൂതപ്പാട്ടിലൂടെ കേരള സംസ്കാരത്തിലേക്കൊരു യാത്ര എന്ന പരിപാടിയിൽ മോഹിനിയാട്ടം നർത്തകിയും കവിയുമായ ശ്രീമതി സംപ്രീത കേശവൻ, ബാലകവിത എന്ന വിഷയത്തിൽ ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ, നാടൻ പാട്ടിനെയും നാടൻ കളികളെയും അറിയാൻ പാട്ടും ആട്ടവും സെഷനിൽ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ K ദാമോദരൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തമിഴ്നാട് ചാപ്റ്ററിന് കീഴിലുള്ള നീലഗിരി മേഖല നടത്തിയ വിദ്യാഭ്യാസ പരിപാടിയാണ് അമൃതം മലയാളം. കേരളത്തിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും നയിച്ച ഏകദിന ക്യാമ്പ് ആ മേഖലയിലെ കുട്ടികൾക്ക് കൂടുതൽ ആവേശം പകരുന്നതായിരുന്നു. ഊട്ടിക്കടുത്തുള്ള അറുവങ്കാട് വെച്ച് 2024 സെപ്റ്റംബർ 7 നടന്ന അമൃതം മലയാളം പഠന ക്യാമ്പിൽ കവിയും നാടകപ്രവർത്തകനുമായ രമേശ് കാവിൽ, വിദ്യാഭ്യാസ പ്രവർത്തകരായ R പത്മനാഭൻ, സാം ഫിലിപ്പ് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. കുട്ടികളിൽ മലയാളം പത്രപാരായണം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഹൊസൂർ മേഖല മാതൃഭൂമിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു മധുരം മലയാളം. 2024 ആഗസ്റ്റ് 18 ചേർന്ന പൊതുസഭയിൽ വെച്ച് മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട തമിഴ്നാട് ചാപ്റ്ററിൻ്റെ പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചു. വ്യവസായ പ്രമുഖനും സിനിമാ നിർമ്മാതാവും നടനും സാംസ്കാരിക പ്രവർത്തകനും ലോക കേരള സഭയിലെ സ്ഥിരാംഗവുമായ ഡോക്ടർ AV അനൂപാണ് ചാപ്റ്റർ പ്രസിഡന്റ്. ഡോക്ടർ KJ അജയകുമാറാണ് സെക്രട്ടറി. ശ്രീമതി PR സ്മിത കൺവീനറാണ്. ശ്രീ KR ഗോപകുമാർ വൈസ് പ്രസിഡന്റും ശ്രീ ജോഷി കുറ്റിക്കാടൻ ജോയിന്റ് സെക്രട്ടറിയും ശ്രീ R രാജ്കുമാർ ഖജാൻജിയുമാണ്. ഉപദേശക സമിതി ചെയർമാൻ ശ്രീ T അനന്തൻ, ചാപ്റ്ററിൻ്റെ മുൻ സെക്രട്ടറിയും വിദഗ്ധ സമിതി ചെയർമാനുമായ ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ, മേഖല കോർഡിനേറ്റർമാർ എന്നിവരുമടങ്ങിയതാണ് പ്രവർത്തക സമിതി. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻസ് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ VC പ്രവീണാണ് ചാപ്റ്റർ പൊതുസഭയുടെ ചെയർമാൻ. പ്രകൃതി ദുരന്തത്താൽ തീരാവേദനയിലേക്ക് എടുത്തെറിയപ്പെട്ട വയനാടിനെ ചേർത്ത് പിടിക്കാൻ മലയാളം മിഷൻ ആഗോളതലത്തിൽ ആവിഷ്കരിച്ച വയനാടിനൊരു $1 എന്ന ധനശേഖരണ പദ്ധതിയിലേക്ക് തമിഴ്നാട് ചാപ്റ്ററിന് കീഴിലുള്ള വിവിധ മേഖലകളിലെ കുട്ടികൾ ചേർന്ന് സമാഹരിച്ച തുക 4,57,731 രൂപ ആഗസ്റ്റ് 28 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു.
ലോകമെങ്ങുമുള്ള 50-ലധികം ചാപ്റ്ററുകളോടൊപ്പം തമിഴ്നാട് ചാപ്റ്റർ നടത്തിയ ശ്രദ്ധേയമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മുൻ സെക്രട്ടറി കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണനായിരുന്നു. തമിഴ്നാട്ടിലെ മലയാളി സംഘടനകളുടെ ഏകോപന സമിതിയായ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻസ് CTMA നല്ല രീതിയിലുള്ള പിന്തുണയാണ് മലയാളം മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്നത്. 2024 സെപ്റ്റംബർ 1 CTMAയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കോയമ്പത്തൂർ മലയാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ മലയാളം മിഷൻ തമിഴ്നാട് സെക്രട്ടറി ഡോക്ടർ KJ അജയകുമാർ പങ്കെടുക്കുകയും ആ മേഖലയിലെ ഭാഷാ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തിയ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ തമിഴ്നാട് ചാപ്റ്ററിലെ കുട്ടികൾ സജീവമായി പങ്കെടുത്തിരുന്നു. 2024 ഫെബ്രുവരിയിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ തമിഴ്നാട് ചാപ്റ്ററിലെ R വൈഷ്ണവി സീനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി. ആഗോളതല മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 9 പഠിതാക്കൾ ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ ദ്യുതി പ്രമോദ്, സീനിയർ വിഭാഗത്തിൽ കാർത്തിക് P നമ്പ്യാർ, വിഭ മേനോൻ എന്നിവരാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ. അവധിക്കാലത്ത് മലയാളം മിഷൻ നടത്തിയ വായനാ മത്സരത്തിൽ തമിഴ്നാട് ചാപ്റ്ററിൽ നിന്ന് അധ്യാപക വിഭാഗത്തിൽ ശ്രീ VK ഗോപകുമാർ, ശ്രീ ബാലകൃഷ്ണൻ എന്നിവരും പഠിതാക്കളായ കുമാരിമാർ ഐശ്വര്യ പ്രമോദ്, ഗൗരി നന്ദ എന്നിവരും സമ്മാനാർഹരായി. 2024 മലയാണ്മയിൽ വെച്ച് മുൻ ചാപ്റ്റർ സെക്രട്ടറി ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് ഭാഷാമയൂരം അവാർഡ് വാങ്ങിയിരുന്നു. റിപ്പോർട്ട് വർഷത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഗുരു മലയാളം കടലാസു തോണി സഹവാസ ക്യാമ്പിൽ 17 അധ്യാപകരും 12 പഠിതാക്കളും കൂടാതെ നീലക്കുറിഞ്ഞി കോൺവക്കേഷനിൽ വിജയികളായ 66 പഠിതാക്കളും അവരെ പഠിപ്പിച്ച 21 അധ്യാപകരും പങ്കെടുത്തു. 2024 ഫെബ്രുവരി 24 നീലഗിരി മേഖല നിലവിൽ വന്നു. മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് നീലഗിരി മേഖലയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. റിപ്പോർട്ട് വർഷത്തിൽ വിവിധ മേഖലകളിലായി പുതിയ പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രൽ ചെന്നൈ മേഖലയിലെ കിൽപോക്കിൽ ഫോക്കസ് മോറൽ സ്കൂൾ പഠനകേന്ദ്രം, ചെന്നൈ തിരുവാൻമിയൂർ മേഖലയിലെ കീഴ്ക്കട്ടിലൈ, കോയമ്പത്തൂർ മേഖലയിലെ മലിമച്ചമ്പട്ടി, ആവടി മേഖലയിലെ വിശ്വകർമ്മ പഠനകേന്ദ്രം, സെൻറ് തോമസ് പഠനകേന്ദ്രം തുടങ്ങിയവയാണ് പുതിയ പഠനകേന്ദ്രങ്ങൾ. 2024 ജൂണിൽ പുതിയ അക്കാദമിക് വർഷം ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയും 2024 ജൂലൈ 28 ചാപ്റ്റർ തലത്തിൽ പ്രവേശനോത്സവം നടത്തുകയും ചെയ്തു. 2024 നവംബർ 17 തമിഴ്നാട്ടിലെ 6 കേന്ദ്രങ്ങളിലായി പഠനോത്സവം നടന്നു. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പൽ, വിവിധ ലാറ്ററൽ എൻട്രികൾ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലായി 537 പഠിതാക്കൾ പരീക്ഷകൾ എഴുതി. എല്ലാവരും വിജയിച്ചു. തമിഴ്നാട് ചാപ്റ്ററിൽ നേരത്തെ രൂപീകരിച്ചിരുന്ന റിസോഴ്സ് പേഴ്സൺ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് അധ്യാപക പരിശീലനങ്ങളും ക്ലസ്റ്റർ യോഗങ്ങളും നടത്താറുള്ളത്. 2024 നവംബർ 24 അധ്യാപക പരിശീലനം നടന്നു. 40 പുതിയ അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. കൽപ്പാക്കം മേഖലയിൽ
2024 ജനുവരി 28 നടന്ന അധ്യാപക പരിശീലനത്തിൽ 18 അധ്യാപകർ പങ്കെടുത്തിരുന്നു. അധ്യാപകരുടെ ഗ്രൂപ്പ് ചർച്ചകളും വിലയിരുത്തലുകളും നടത്തുക എന്ന ഉദ്ദേശത്തോടെ മേഖലാ അടിസ്ഥാനത്തിൽ ക്ലസ്റ്റർ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മലയാള മിഷൻ സംഘടിപ്പിക്കുന്ന റേഡിയോ മലയാളം പരിപാടികളിൽ 2024 തമിഴ്നാട് ചാപ്റ്ററിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ടായിട്ടുണ്ട്. കിളിവാതിൽ പരിപാടിയിൽ തിരുവാൻമിയൂർ മേഖലയ്ക്ക് കീഴിലുള്ള നന്മ പഠന കേന്ദ്രത്തിലെ കുട്ടികൾ പങ്കെടുത്തിരുന്നു. സമം ഷീ റേഡിയോ അവതരിപ്പിച്ച മറുനാട്ടിലെ ഓണം എന്ന പരിപാടിയിൽ ചാപ്റ്റർ കൺവീനർ PR സ്മിത പങ്കെടുത്തിരുന്നു. കിളിവാതിൽ പരിപാടിയിൽ തിരുവാൻമിയൂർ കേരള സമാജം പഠന കേന്ദ്രത്തിലെ അധ്യാപകരും കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. തിരുനെൽവേലി പഠന കേന്ദ്രത്തിലെ സൗമ്യ ബേബിയുടെയും ഇപ്പോൾ തിരുവാൻമിയൂർ മേഖലാ കോർഡിനേറ്ററായ ശ്രീജ M ചന്ദ്രൻ്റെയും രചനകൾ മലയാളം മിഷൻ പ്രസിദ്ധീകരണമായ ഭൂമി മലയാളത്തിൽ ഈ വർഷം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കാലയളവിൽ തമിഴ്നാട് ചാപ്റ്ററിന് കീഴിലുള്ള മലയാളം മിഷൻ തിരുനെൽവേലി മേഖല ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് കുഞ്ഞിമണിച്ചെപ്പ്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള അമ്മത്തൊട്ടിലിൻ്റെ തണലിൽ വളർന്നു വരുന്ന കൂട്ടുകാർക്കായി തങ്ങളാൽ ആവുന്ന സമ്പാദ്യം ചേർത്ത് വയ്ക്കുന്ന പദ്ധതിയാണത്. ഇക്കഴിഞ്ഞ ജനുവരി 12 തിരുനെൽവേലിയിലെ കുട്ടികൾ സ്വരുക്കൂട്ടിയ കൊച്ചു കൊച്ചു തുകകളുടെ സമാഹാരമായ കുഞ്ഞിമണിച്ചെപ്പ് കൈമാറാൻ അവർ അധ്യാപകർക്കും മിഷൻ ഭാരവാഹികൾക്കുമൊപ്പം തിരുവനന്തപുരത്തെത്തി. പ്രവാസി മലയാളി കുട്ടികൾക്കായി 2024 മലയാളം മിഷൻ ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിൽ പങ്കെടുത്ത തിരുനെൽവേലി മേഖലയിൽ നിന്നുള്ള കുട്ടികൾ അന്ന് അമ്മത്തൊട്ടിലിൽ കൂടി സന്ദർശിച്ചാണ് മടങ്ങിയത്. അങ്ങനെയാണ് അമ്മത്തൊട്ടിലിനെക്കുറിച്ചും അവിടുത്തെ കൂട്ടുകാരെക്കുറിച്ചും തിരുനെൽവേലിയിലെ മലയാളം മിഷൻ പഠിതാക്കൾ അറിയുന്നത്. അവരെ കാണണമെന്നും തങ്ങളാൽ ആവും വിധം സഹായിക്കണമെന്നുമുള്ള കുട്ടികളുടെ അതിയായ ആഗ്രഹമാണ് കുഞ്ഞിമണിച്ചെപ്പ് എന്ന ക്യാമ്പയിൻ്റെ പ്രചോദനം. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവർ തങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് കുഞ്ഞിമണിച്ചെപ്പ് നിറയ്ക്കുകയായിരുന്നു. 70,000 രൂപയാണ് കുട്ടികൾ സ്വരൂപിച്ചത്. അമ്മത്തൊട്ടിലിൽ സംഘടിപ്പിച്ച ഹ്രസ്വമായ യോഗത്തിൽ വെച്ച് തിരുനെൽവേലി മേഖലാ കോർഡിനേറ്റർ ജോസഫ് വളവി, മലയാളം മിഷൻ രജിസ്ട്രാർ സ്വാലിഹ MV, ജീവനക്കാരായ ഷൈനി MS, അജയ്ലാൽ PP, അശോക് ബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി തുക ഏറ്റുവാങ്ങി. ശിശുഭവനിലെ കുട്ടികൾക്കൊപ്പം തിരുനെൽവേലിയിലെ മലയാളം മിഷൻ കുട്ടികളും പാട്ടുകൾ പാടിയും സൗഹൃദം പങ്കുവച്ചും ചടങ്ങ് ആസ്വാദ്യകരമാക്കി. നവോത്ഥാന മൂല്യങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു ജനവിഭാഗത്തിൻ്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആവിഷ്കരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളീയരുടെ സാംസ്കാരിക വ്യവഹാരങ്ങൾക്ക് ജീവൻ നൽകുന്ന ഭാഷയാണ് മലയാളം. എവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം മലയാളം എന്ന മുദ്രാവാക്യവുമായി ലോകം മുഴുവൻ നമ്മുടെ ഭാഷയുടെ കൊടിപാറിക്കുന്ന മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലോകമെങ്ങുമുള്ള മലയാളത്തിൻ്റെ പതാകാവാഹകരോട് കൈകോർത്തുകൊണ്ട് മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിൻ്റെ 2024 പ്രവർത്തനങ്ങളുടെ ചിത്രരേഖ ഞങ്ങൾ സമർപ്പിക്കുന്നു.